നമുക്ക് താരാ കല്യാണുണ്ട്. താരാ കല്യാണിനോട് ചോദിക്കാം, ആദ്യമായിട്ടാണോ പൊങ്കാല? അല്ല, ഇത് എത്രാമത്തെ തവണയാ? ഒരുപാട് പ്രാവശ്യമായിട്ട് എണ്ണിയില്ല, അത്രയും തവണ. ചെറുപ്പം തൊട്ടേ കൊച്ചിലെ തൊട്ടേ സ്ഥിരം ഇവിടെയാണോ? അല്ല, ഇപ്രാവശ്യം ഏഷ്യാനെറ്റിന്റെ കൂടെ മുഴുവൻ ആളുകളുടെയും കൂടെ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൊങ്കാലയുടെ തിരക്കൊക്കെ? കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണോ? സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആണ്. വെതറും സൂപ്പറാണ്. എന്താണ് ഇത്തവണത്തെ ആഗ്രഹം? എന്താണ് വിഭവം ഒരുക്കുന്നത്? എന്താണ്? ഞാൻ പൊങ്കാലയാണ്, എൻ്റെ ശബ്ദം ശരിയാവാൻ. എനിക്ക് സൗണ്ട് ഇഷ്യൂസ്. താരാ കല്യാണിന്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്. നിഷാസാരംഗുണ്ട്. നിഷാസാരംഗിനോട് ചോദിക്കാം, നമ്മുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞോ? ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ദീപം തെളിച്ചാൽ മതി. അതിന് മുൻപ് ഇവിടെ തന്നെയായിരുന്നു പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരുന്നത്? എല്ലാ വർഷവും ഇടുമായിരുന്നു, പക്ഷെ ഇവിടെ അല്ല, ഞാൻ അമ്പലത്തിന്റെ അടുത്തായിരുന്നു ഇട്ടിരുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ ഇരുന്നത്. ജീവിതത്തിലും ഉപ്പും മുളകും ഒക്കെ ഉണ്ടായി ഒരു സ്പൈസി ആയ ജീവിതം ആവണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇത്തവണ പൊങ്കാല അർപ്പിക്കുന്നത്. അങ്ങനെയാണോ? എല്ലാ വർഷവും സ്പൈസി ആണല്ലോ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എപ്പോഴും സ്പൈസി ആണ്, കുഴപ്പമൊന്നുമില്ല. എന്ത് വിഭവമാണ് ഒരുക്കുന്നത് ഇത്തവണ? എന്ത് വിഭവമാണ്? മണ്ടപ്പുറ്റാണോ തെരളിയാണോ? എന്താണ് ആക്കുന്നത്? ഞാൻ മറ്റേ പായസമുണ്ട്, പിന്നെ തെരളിയുണ്ട്. മിനി സ്ക്രീൻ താരങ്ങളെല്ലാം ഇവിടെയുണ്ട് പനവിളയിൽ. അവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇവിടെ പൊങ്കാല അർപ്പിച്ചവർ തന്നെയാണ്. അവരെ കാണുന്നതിന് വേണ്ടിയും അവർക്കൊപ്പം സെൽഫി എടുക്കുന്നതിന് വേണ്ടിയും മറ്റ് ഒരു വലിയ ആൾക്കൂട്ടം തന്നെ ഇവിടെ നേരത്തെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എല്ലാവരും ഈ ഇത്തരത്തിൽ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. അവർ നേരത്തെ തന്നെ ഇവിടെ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിനീത, എന്നാലും മിനി സ്ക്രീൻ താരങ്ങളും അവിടെ സജീവമായിട്ട് എല്ലാ പതിവ് പോലെ തന്നെ താരാ കല്യാണൊക്കെ എല്ലാ കൊല്ലവും ഇതുപോലെ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നതാണ്. മറ്റ് നിരവധി മിനി സ്ക്രീൻ താരങ്ങളാണ് കൂടുതലും ഉള്ളതെന്ന് തോന്നുന്നു. അഷ്നയുണ്ട് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നും. അഷ്ന, ഇപ്പോൾ അവസാന ഒരുക്കങ്ങളിലേക്കാണ്. ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്ന് മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളുടെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നെത്താൻ അവസാന ഒരുക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? എന്താണ് അഷ്ന നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ കാഴ്ച? എന്താ ആര്യ, അവസാനപ്പെട്ട ഒരുക്കങ്ങൾ എന്ന് തന്നെ പറയണം. കാരണം ഇപ്പോൾ ശുദ്ധ പുണ്യാഹം തളിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം എല്ലായിടത്തേക്കും ശുദ്ധ പുണ്യാഹം എത്തുന്ന ഒരു സമയത്തിന്റെ ആ ഒരു സമയം മാത്രമേ ഇനി എടുക്കുകയുള്ളൂ. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കണ്ണകി ചരിത്രത്തിലെ പാണ്ഡ്യരാജാവിന്റെ വധം, ആ ഒരു ഭാഗം ഏകദേശം അടുക്കുന്നു. ആ ഒരു ഭാഗം എത്തുമ്പോഴാണ് പണ്ടാരടുപ്പിലേക്ക് തന്ത്രി തീ പകരാനായിട്ട് പുറത്തേക്ക് എടുത്തു കൊടുക്കുന്നത് ശ്രീകോവിലിൽ നിന്നും. അതിനോടടുത്തുള്ള സമയമാണ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു ആവേശത്തിലാണ് ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാം. കാരണം കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കാത്തിരിപ്പ്, അല്ലെങ്കിൽ ഒരു വർഷത്തിലേറെ ആയിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഉത്സവം തുടങ്ങിയതിനു ശേഷം 9ാമത്തെ ദിവസമാണ്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു പണ്ടാരടുപ്പിൽ നിന്നും തീ പകർന്നു വരുന്നതും നോക്കി നിൽക്കുകയാണ് ഇവിടെയുള്ള ഭക്തരെല്ലാവരും തന്നെ. അതിനുശേഷമാണ് പൊങ്കാല നിവേദ്യം. 2:30 കൂടിയാണ് പൊങ്കാല നിവേദ്യം നടക്കുന്നത്.